ഓക്കെ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആൻസർ കീ ഇതാണെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ആൻസർ കീ നമ്മൾ പറയുന്ന ആൻസർ കീ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചലഞ്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ആൻസർ കീ എന്തെങ്കിലും നമ്മൾ പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആൻസർ കീ ആണ് PSC കേട്ടോ. PSC അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ ആൻസർ കീ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് മാറ്റിയൊക്കെ ഇടാറുണ്ട്. സാധാരണ നമ്മൾ അത് ചലഞ്ച് ചെയ്യാറാണ് ചെയ്യാറുള്ളത് പതിവ് കേട്ടോ. ഓക്കെ, അപ്പൊ എനിവേ കോമൺ ആയിട്ട് വലിയ മിസ്റ്റേക്ക് ഒന്നും വരത്തില്ല. PSC ആൻസർ കീയിൽ അങ്ങനെ വലിയ മിസ്റ്റേക്സുകളൊന്നും കാണാറില്ല. എങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ട്യൂട്ടർ പരീക്ഷയ്ക്കും കഴിഞ്ഞ DME കഴിഞ്ഞ DHS കുറെ ക്വസ്റ്റ്യൻസുകളൊക്കെ എന്ത് ചെയ്തു, എലിമിനേറ്റ് ആയിപ്പോയി. അതുപോലെ ഇപ്രാവശ്യം ചിലപ്പോൾ ഒരുപക്ഷെ എലിമിനേറ്റ് ആവാം, എലിമിനേറ്റ് ആവാതിരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മൾ ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ പരീക്ഷ നല്ലതുപോലെ എഴുതി എന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, അറിയാത്തത് വെറുതെ തൊട്ട് നമ്മൾ എന്ത് ചെയ്ത് നെഗറ്റീവ് ആക്കരുത് കേട്ടോ. കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻസും വെറുതെ എഴുതാൻ പോയി. ഓക്കെ, നമുക്ക് അറിയാവുന്നതും നമുക്ക് 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രം നമ്മൾ എഴുതി വെച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇന്ന് തന്നെ പല പരീക്ഷാ സെന്ററിലും ആള് കുറവായിരുന്നു കേട്ടോ. നല്ലൊരു ശതമാനം ആൾക്കാർ ഇന്ന് എഴുതാൻ വന്നിട്ടില്ല കേട്ടോ. മിക്ക പരീക്ഷാ സെന്ററിലും എങ്ങനെയൊക്കെ ആയാലും ഒരു 6-7 വെച്ച് എന്ത് ചെയ്യണം, അറിഞ്ഞെടുത്തോളം ഇതുവരെയൊക്കെയുള്ള അറിവെടുത്ത് വെച്ചാൽ ആള് കുറവായിരുന്നു പരീക്ഷ എഴുതാൻ കേട്ടോ. അപ്പൊ നിങ്ങൾ വെച്ചിരിക്കുന്ന ജില്ലയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സാധ്യത എന്തായാലും കിട്ടാൻ, ജോലി കിട്ടാൻ സാധ്യതയുള്ള ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പൊ എനിവേ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം. ദ ഇന്നർ മോസ്റ്റ് കോട്ട് ഓഫ് ഐബോൾ അല്ലെ, ഇന്നർ മോസ്റ്റ് കോട്ട് ഓഫ് ഐബോളിന്റെ ആൻസർ റെറ്റിന കേട്ടോ. അല്ലെ, പഠിപ്പിച്ചല്ലേ? റെറ്റിന എഴുതിയായിരുന്നോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, രണ്ടാമത്തെ ഓൾ ആർ പെയർഡ് ലാരിഞ്ചൽ കാർട്ടിലേജ് അല്ലെ. പെയർഡ് അൺപെയർ എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചതാണ്. CCA റൂൾ എന്ന് പറഞ്ഞാണ് ഞാൻ പഠിപ്പിച്ചത് കേട്ടോ. യൂണിഫോം കോർണിക്കേറ്റ് അക്ടിനോയിഡ് കേട്ടോ. CCA റൂൾ എന്ന് പറഞ്ഞാണ് പഠിപ്പിച്ചത്. അത് പ്രകാരം പെയർഡ് ആണ് ഈ പറഞ്ഞ അക്ടിനോയിഡ് കോർണിക്കേറ്റ് യൂണിഫോം അല്ലെ. അതിൽ വരാത്തത് തൈറോയിഡ് കാർട്ടിലേജ് കേട്ടോ. നല്ലതുപോലെ പഠിപ്പിച്ചതാണ്, നമ്മുടെ നോട്ടിലുള്ളതുമാണ്, പോയിന്റ് ആണ് കാർട്ടിലേജ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ല, പഠിപ്പിച്ചതാണ്. ആൻസർ ഇസ് പെരികാർഡിയം അല്ല, പെരികാർഡിയമാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ദ ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ഇൻ അവർ ബോഡി. ബോഡിയിലെ ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് എന്ന് നമ്മൾ വിളിക്കുന്നത് പരോട്ടിക് ഗ്ലാൻഡ് ആണ്. ഓൾറെഡി പഠിപ്പിച്ചതാണ്. ആൻസർ ഇസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്. The substance most commonly used to measure GFR, glomerular filtration rate നോക്കാൻ നമ്മൾ 24 hours യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യും. അതിൽ പോളിസാക്രൈഡ്സ് ആയ ഇനുലിൻ ആഡ് ചെയ്യുമെന്ന് ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ആൻസർ ഈസ് ഇനുലിൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഹോർമോൺ വിച്ച് റീച്ചസ് ഇറ്റ്സ് പീക്സ് ഡ്യൂറിങ് ഓവുലേഷൻ അല്ലെ, ഓവുലേഷന്റെ സമയത്ത് പീക്ക് റൈസ് ആവുന്ന ഹോർമോൺ ഏതെന്ന് പറയുന്ന LH സർജി എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചതാണ്. ആൻസർ ഈസ് LH കേട്ടോ. LH ആണ് അവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An infection that occurs around the ear due to the presence of a vector in the area അല്ലെ. അപ്പൊ നമ്മള് an infection that occurs in the due to the presence of vector in the area അല്ലെ, ഒരു given ജിയോഗ്രാഫിക്കൽ ഏരിയ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? എൻഡമിക് അല്ലെ. ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ അവിടെ മെൻഷൻ ചെയ്യുന്നു, ദാറ്റ് ഈസ് എൻഡമിക് അല്ലെ. അപ്പം നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ സ്കാറ്റേർഡ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ സീസണൽ ട്രെൻഡ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. രണ്ടെണ്ണമാണ് വരുന്നത്, പാൻഡമിക് ആൻഡ് എൻഡമിക്. പാൻഡമിക് ആണെങ്കിൽ വേൾഡ് വൈഡ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, എൻഡമിക് ആണെങ്കിൽ വിത്തിൻ ഏരിയ അല്ലെ. ആ ഏരിയ വേർഡ് കിട്ടിയാൽ മതി, അവിടെ ആൻസർ ആയി കേട്ടോ. സ്മാൾ പോക്സ് വാക്സിൻ ആരാണ് ഇൻവെന്റ് ചെയ്തത് അല്ലെ, കൊച്ചു ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് എല്ലാവരും ശരിയായി കാണും. എഡ്വേർഡ് ജിന്നർ കേട്ടോ. ജനറേഷൻ ടൈം ഓഫ് ട്യൂബർക്കിൾ ബാസിലെ അല്ലെ, ട്യൂബർക്കിൾ ബാസിലയുടെ ജനറേഷൻ ടൈം എന്ന് പറയുന്നത് 14 മണിക്കൂറാണ് നമ്മുടെ നോട്ടിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. പക്ഷെ മണിക്കൂർ വെച്ച് ഇതിനകത്ത് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും 20 hours തന്നെ ആയിരിക്കും കറക്റ്റ് ആൻസർ കേട്ടോ. 20 hours
കേൾക്കാമോ? ഹലോ, വോയിസ് ഓക്കെ ആണോ? വോയിസ് ഓക്കെ ആണോ? വോയിസ് ഓക്കെ അല്ലേ? ബോർഡ് കാണാലോ? ഓക്കെ, ബോർഡ് കാണാലോ? ബോർഡ് ഓക്കെ അല്ലേ? ഓക്കെ. ഐഡന്റിഫൈ ദ കോഗ്നിറ്റീവ് പെർസെപ്ഷൻ ബാരിയർ ഫ്രം ദ ഗിവൻ ലിസ്റ്റ്. കേട്ടോ, അത് നമ്മൾ പഠിപ്പിച്ചതൊന്നും അല്ല. എനിവേ, ചിലപ്പോൾ എഴുതി തെറ്റിച്ച് കാണാൻ ചിലപ്പോൾ തെറ്റിപ്പോയി കാണാം. ഇല്യൂഷനോ ഹാലുസിനേഷനോ ആയത് രണ്ടെണ്ണം കിടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഹാൾ ഓഫ് ദ എബോ എഴുതാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതല്ല, കോഗ്നിറ്റീവ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഹാലോ എഫക്റ്റ്, സെൽഫ് പെർസെപ്ഷൻ, പ്രൊജക്ഷൻ, എക്സ്പാൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. പ്ലസ് സീരിയോ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് വരും. എനിവേ, അതിന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരുന്നു കറക്റ്റ് ആൻസർ കേട്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, നെയിം ദ ടൈപ്പ് ഓഫ് പ്രിൻസിപ്പിൾ ഇൻ വിച്ച് ദ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി ഇഡ് ഓപ്പറേറ്റ്. അല്ല, ഇഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? പ്ലഷർ പ്രിൻസിപ്പിൾ അല്ല, മോറൽ പ്രിൻസിപ്പിൾ ഈഗോ അല്ല, റിയാലിറ്റി പ്രിൻസിപ്പിൾ ഈഗോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചു അല്ല. ആൻസർ ഇസ് ഇഡ് ഓപ്പറേറ്റ് ദ പ്ലഷർ പ്രിൻസിപ്പിൾ. ഓക്കെ. അടുത്തത് പഠിപ്പിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എങ്കിലും നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിപ്പിച്ചില്ല. ഡിഫൻസ് മെക്കാനിസം വിച്ച് ഇൻസ്ട്രിങ്സ് ചാനൽഡ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ബുക്ക്ഡ് അല്ല, ബീങ് ബ്ലോക്ക്ഡ്. ഇപ്പൊ ബ്ലോക്ക്ഡ് ഡിഫൻസ് മെക്കാനിസം നമ്മൾ പഠിക്കുന്നത് റിപ്രഷനെയാണ് കേട്ടോ. റിപ്രഷനെയാണ് ബ്ലോക്ക്ഡ് ഡിഫൻസ് മെക്കാനിസം. ഈ ബ്ലോക്ക്ഡ് എന്നുള്ള കീവേഡ് ആണ് ഇവിടുത്തെ ആൻസർ കേട്ടോ, റിപ്രഷൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് സൈക്കോളജി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ കൺസേൺഡ് വിത്ത്? സൈക്കോളജി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ കൺസേൺഡ് വിത്ത് അനലൈസിംഗ് ഓഫ് മെന്റൽ പ്രോസസ് ആൻഡ് ബിഹേവിയർ കേട്ടോ. ഓക്കെ, ഇപ്പൊ സ്റ്റഡി ഓഫ് ഫിസിക്കൽ ഹെൽത്ത് വരത്തില്ല. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഈ സോഷ്യോളജി ആണ്. ഇപ്പൊ അനലൈസിങ് മെന്റൽ പ്രോസസ് ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഫക്റ്റീവ് ബിഹേവിയർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഫക്റ്റീവ് ബിഹേവിയർ അല്ല. അപ്പൊ അഫക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ മൂഡ് ആൻഡ് അഫക്റ്റീവ് ബിഹേവിയറിൽ നമ്മൾ പഠിച്ചത് പ്ലഷറബിൾ മൂഡ്, അൺപ്ലഷറബിൾ ആയിട്ട് അല്ലെ. അപ്പൊ അതിൽ വരുന്ന ഹാപ്പിനെസ്, സാഡ്നെസ്, ആങ്കർ അല്ലെ, ആ മൂന്നും നമ്മൾ മാറ്റി നിർത്തിയാൽ ഇമാജിനേഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ. അടുത്ത ഫോർമലിസ്റ്റിക് സ്കൂൾ കേട്ടോ. ഫോർമലിസ്റ്റിക് സ്കൂൾ ഓഫ് സോഷ്യോളജി, സൈക്കോളജി എന്നൊക്കെ പറഞ്ഞുണ്ട് കേട്ടോ. ഇപ്പൊ ഫോർമലിസ്റ്റിക് സ്കൂൾ ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ദ സോഷ്യൽ ഫിനോമിന വിത്തിൻ ദ സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ കൾച്ചർ ആൻഡ് സോഷ്യൽ കണ്ടസ്റ്റ്. അതുപോലെ ഡെവലപ്പ് എ ജനറൽ തിയറി ആൻഡ് പ്രിൻസിപ്പിൾ ദാറ്റ് ക്യാൻ അപ്ലൈഡ് അക്രോസ് എ ഡിഫറെന്റ് സോഷ്യൽ കണ്ടസ്റ്റ് കേട്ടോ. എന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റേറ്റീവ് മോഡലാണ്, ഒരു നോൺ എക്സ്പീരിമെന്റൽ ടൈപ്പിൽ വരുന്ന ഒരു തിയറീസും അതിന്റെ ഒരു അതിൽ വരുന്ന ഒരു സൈക്കോളജിയാണ് കേട്ടോ. നോൺ എക്സ്പീരിമെന്റിൽ വരാനുണ്ട്, നമുക്ക് എക്സ്പീരിമെന്റ് തെരഞ്ഞെടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ ആൻസർ ഫോർമാലിറ്റി സ്കൂൾ എംബ്രേസിംഗ് യൂസ് ഓഫ് സയന്റിഫിക് മെത്തേഡ് ഇൻ ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫിനോമിന എന്ന് പറയുന്നതാണ്. ഇറ്റ് ഈസ് ആൻ ഇൻകറക്റ്റ് ആൻസർ കേട്ടോ. എനിവേ, അതാരും എഴുതിയില്ലെന്ന് വിചാരിക്കുന്നു, സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. നെക്സ്റ്റ്, അടുത്തത് പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്. ഡുവാൽസ് 8 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഫാമിലി സൈക്കിൾ കേട്ടോ. ഫാമിലി സൈക്കിളിന്റെ 8 സ്റ്റേജ്, അതായത് കുഞ്ഞ് ജനിച്ചു മുതൽ എന്ത് ചെയ്യുന്നു അവസാനം വരെ അല്ലെ. അതിൽ എം ഡി നെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, നെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടിൽ അടച്ചേക്കുന്നതാണ് ഉദ്ദേശം അല്ലെ. ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങാതെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ആരാണ്? ഓൾഡ് ഏജ് പീപ്പിൾ ആണ് അല്ലെ. ഓൾഡ് ഏജ് പീപ്പിൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് കേട്ടോ, 8ാമത്തെ സ്റ്റേജിൽ വരുന്നതാണ്. സ്റ്റേജ് 8 ആണ് അതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ. പഠിപ്പിച്ച ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. നെക്സ്റ്റ്, അടുത്ത, മഡ്ഡോഗ് ആർഗ്യൂഡ് ന്യൂക്ലിയർ ഫാമിലി ദ ഹസ്ബൻഡ് ഡസ് ദ റോൾ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ഫാമിലി സ്റ്റാറ്റസ് വൈൽ വൈഫ് ഡു ദ റോൾ ഓഫ് ഇൻവോൾവിംഗ് പ്രൊവൈഡിംഗ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ഫിസിക്കൽ കെയർ അല്ല. ഇപ്പൊ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, വൈഫ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു എന്ന് പറയുന്നതാണ് ട്രഡീഷണൽ ആൻഡ് റാഷണൽ ഫാമിലി എന്ന് പറയുന്നത് കേട്ടോ. പഴയ ഫാമിലി അല്ല, ട്രഡീഷണൽ ആൻഡ് റാഷണൽ ഫാമിലി കേട്ടോ. ഓക്കെ. എനിവേ, പഠിപ്പിച്ചതല്ല, സ്കിപ്പ് ചെയ്തെങ്കിൽ നല്ല കാര്യം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, ഇവന്റ്സ് ഓഫ് ഗോഫ്മാൻ യൂസ് ദ കോൺസെപ്റ്റ് ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു റെഫേഴ്സ് വിച്ച് ടൈപ്പ് ഓഫ് സോഷ്യലൈസേഷൻ അല്ല. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു വേർഡ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ സെക്കൻഡറി സോഷ്യലൈസേഷൻ എഴുതാം അല്ല. ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രൈമറി സോഷ്യലൈസേഷൻ. ഓക്കെ.
എനിവേ ആൻസർ ഇസ് സെക്കൻഡറി സോഷ്യലൈസേഷൻ. ഓക്കെ, അപ്പൊ അത് ഒരു കോമൺ സെൻസ് ഒക്കെ വെച്ച് എഴുതാന്നാണ്, പക്ഷെ ഡയറക്റ്റ് നമ്മൾ പഠിപ്പിച്ചതുമല്ല കേട്ടോ. ഓക്കെ, endotracheal suctioning after what the time they should withdraw the catheter. അല്ല, മൊത്തം 5 to 10 സെക്കൻഡ് ആണ്. അതിൽ 5 സെക്കൻഡ് എന്ന് പറയുന്ന ഇൻസേർഷനും 5 സെക്കൻഡ് എന്ന് പറയുന്ന സക്ഷൻ വിഡ്രോവലും ആണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 5 സെക്കൻഡ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് മോഡൽ വർക്ക് ബെസ്റ്റ് പ്രിൻസിപ്പൽ വേർ ദർ ആർ പ്ലെന്റി ഓഫ് പേഷ്യൻസ് ബട്ട് ഫ്യൂ നേഴ്സസ്. അല്ല, ഞാൻ മെഡിക്കൽ കോളേജിന്റെ എക്സാമ്പിൾ ഒക്കെ വെച്ച് പറഞ്ഞതാണ്. ഒരുപാട് പേഷ്യൻസ് 5 നേഴ്സ് അല്ല, അപ്പം ബാഹുബലിയെ പോലെ അല്ലെ, ഒരാൾ ഒരു സ്ഥലത്തോട്ട് പോകും അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ലതുപോലെ പഠിപ്പിച്ചാണ്. ദാറ്റ് ഈസ് ടീം നേഴ്സിംഗ് അല്ല, ടീം നേഴ്സിംഗ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസിഡർ ആൻ എക്സാമ്പിൾ ഓഫ് ഇന്റൻഷണൽ തോട്ട്. അല്ലെ, ഇന്റൻഷനോടും അൺഇന്റൻഷനോടും ചെയ്യും. അല്ലെ, അറിയാതെ പറ്റുന്നതാണ് ഈ നെഗ്ലിജൻസും മാൽ പ്രാക്ടീസും ബീച്ച് ഓഫ് ഡ്യൂട്ടീസിൽ അറിയാതെ പറ്റുന്നതാണ്. പക്ഷെ ഫോൾസ് ഇംപ്രിസൺമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഈസ് ആൻ ഇന്റൻഷണൽ തോട്ട് ആണ്. നല്ലതുപോലെ ഫസ്റ്റ് എയ്ഡ് ഫണ്ടമെന്റൽസ് പഠിപ്പിച്ചാണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ പ്രോപ്പർ ബോഡി മെക്കാനിക്സ് ബൈ ലിഫ്റ്റിംഗ് ആൻഡ് ക്യാരിങ്. അല്ലെ, ലിഫ്റ്റിംഗ് ക്യാരിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വേസ്റ്റ് ബെൻഡ് ചെയ്യാൻ പാടില്ല. പകരം നീയും അല്ലെ, നീ ജോയിന്റും അല്ലെ, എൽബോ ഒക്കെയാണ് ബെൻഡ് ചെയ്യേണ്ടത്. പിന്നെ നോക്ക് നീഡ് പൊസിഷൻ അല്ല, അല്ലെ, വൈഡ് ആയിട്ടുള്ള നോക്ക്. അതുപോലെ ഹോൾഡ് ഒബ്ജക്ട് എന്ത് ചെയ്യണം, നിയർ ടു ദ ബോഡിയാണ് അല്ലെ, അവേ ടു ബോഡിയാണ്. മെയിൻറ്റെയിൻ എ വൈഡ് ബേസ് സപ്പോർട്ട് എന്ന് പറയുന്നതാണ് അവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, the patient has an order of 2 tablespoon oral glycerin. How much medication does the nurse give? അല്ല, ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 15 ml ആണ്. 2 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 30 ml ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, a patient admitted with the diagnosis of severe left side heart failure. Which adventitious lung sound is here? അല്ല, അപ്പൊ ഹാർട്ട് ഫെയിലിയർ ലെഫ്റ്റ് സൈഡ് ആകുമ്പോൾ എന്തായാലും പൾമണറി എഡിമയാണ്. അപ്പം ഫ്ലൂയിഡ് ഇൻ ദ ലങ്സ് അല്ലെ, ലങ്സിൽ ഫ്ലൂയിഡ് വരുമ്പോൾ കിട്ടുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്, ക്രാക്കിൾസ് അല്ലെ. അപ്പൊ ക്രാക്കിൾസ് ഞാൻ പഠിപ്പിച്ചാൽ പറഞ്ഞു, ക്രാക്കിൾസ് എപ്പോഴും ഇൻസ്പിറേറ്ററിയും വീസിങ് എപ്പോഴും എക്സ്പിറേറ്ററിയുമാണ് അല്ലെ. അപ്പൊ സിമ്പിൾ അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, ഇൻസ്പിറേറ്ററി ക്രാക്കിൾസ് ഇൻ ദ ലങ് ബേസസ് കേട്ടോ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണോ, ശരിയാക്കിയെന്ന് വിചാരിക്കുന്നു. Next question. Arterial blood gas pH is 7.2. PSC CO2 is 21 mm of Hg. PaO2 92 mm of Hg and HCO3 is -8. അല്ല, it indicates മെറ്റബോളിക് അസിഡോസിസ് ആൽക്കലോ അല്ലെ. അപ്പം പി എച്ച് കുറഞ്ഞപ്പോൾ എന്തായാലും അത് അസിഡോസിസിലായി അല്ലെ. അപ്പൊ റോം പ്രകാരം നമ്മൾ അടുത്ത ഓപ്പോസിറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വരുന്നത് അല്ലെ. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഡിക്രീസ് ചെയ്യാം. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അപ്പൊ അതിനെ നമ്മൾ മാറ്റിയിട്ട് ഓക്കെ, അപ്പൊ അതിനുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് എടുക്കേണ്ടത് ഏതാണ്, നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ബൈകാർബണേറ്റ് ആണ് അല്ല. അപ്പൊ ബൈകാർബണേറ്റ് കുറയുന്നു, പി എച്ച് കുറയുന്നു അല്ല. ആൻസർ ഈസ് മെറ്റബോളിക് അസിഡോസിസ് അല്ലെ. മെറ്റബോളിക് എന്നുള്ള വേർഡാണ് കേട്ടോ. മെറ്റബോളിക് അസിഡോസിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് റിസ്ക് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഹൈപ്പോകാൽസിമിയ. ഞാൻ പഠിപ്പിച്ചത് നല്ലതുപോലെ പറഞ്ഞു. പാൻക്രിയാറ്റൈറ്റിസ് വരുമ്പോൾ എന്തിന്റെ ഫംഗ്ഷൻ കുറയും, പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിമിനിഷ് ആവും അല്ലെ. ഇപ്പൊ ഡിമിനിഷ് ആവുമ്പോൾ ബ്ലഡിൽ കാൽസ്യത്തിന്റെ ലെവൽ കുറയും അല്ലെ. 28-year-old വിത്ത് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ് ആർ ദ റിസ്ക് ഫോർ ഹൈപ്പോകാൽസിമിയ കേട്ടോ. അടുത്തതും പഠിപ്പിച്ചതാണ്. വോയിസ് ഓക്കെ ആണല്ലോ? ഹലോ, വോയിസ് ക്ലിയർ ആണോ? നെറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് ഇവിടെ കേട്ടോ. ഓക്കെ 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 ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, പ്രൊമോട്ട് വീനസ് റിട്ടേൺ പഠിപ്പിച്ച പോയിന്റ് എന്താണ്, പ്രൊമോട്ട് വീനസ് റിട്ടേൺ. ഓക്കെ, നെക്സ്റ്റ്,
ബേസിക് റിസോഴ്സ് ഓഫ് പ്രൊവൈഡിങ് ഹെൽത്ത് കെയർ അല്ലെ. ഹെൽത്ത് കെയറിനുള്ള റിസോഴ്സ് എന്ന് പറയുന്ന മാൻ, മണി, മെറ്റീരിയൽസ് ആൻഡ് എക്യുപ്മെന്റ്സ് അല്ലെ എന്ന് പറയുമ്പോൾ മെഷീൻസ് എം ചേർത്ത് വരുന്നതെല്ലാം ഇറ്റ് ഈസ് എ എന്താണ് ഹെൽത്ത് കെയറിന്റെ റിസോഴ്സുകളാണ് അല്ലെ. ഇപ്പൊ ടൈം എന്ന് പറയുന്നത് നോട്ട് ആൻ റിസോഴ്സ് അല്ല അല്ലെ. ടൈം എന്ന് പറയുന്നത് ഇസ് നോട്ട് എ റിസോഴ്സ്. ഓക്കെ, ആൻസർ ടൈം. നെക്സ്റ്റ്, ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് പെട്രൂസിസ് കേട്ടോ. അത്ര ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു, എന്നിരുന്നാലും പഠിപ്പിച്ചതാണ്. ആൻസർ നമ്മുടെ നോട്ടിലുള്ളതാണ് കേട്ടോ. 7 to 14 days ആണ് ഇൻക്യുബേഷൻ പീരീഡ് കേട്ടോ. ആർക്കെങ്കിലും കിട്ടിയോ? അല്ല എഴുതിയോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ബർഡൻ ഓഫ് എ ഡിസീസ് കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ്. ബർഡൻ ഓഫ് വെച്ച് ഈസ് ദ ബെസ്റ്റ് ഇൻഡെക്സ് ഓഫ് ബർഡൻ ഓഫ് ഡിസീസ് അല്ല. ഡിസീസ് ബർഡൻ എന്ന് പറയുന്നതാണ് നമ്മൾ എന്തിൽ പഠിച്ചത്? സുള്ളിവാൻ ഇൻഡെക്സും എല്ലാം കൂടെ ചേർത്ത് ഡിസബിലിറ്റി അഡ്ജസ്റ്റ് അല്ല. ഡിസബിലിറ്റിയിലാണ് ബർഡൻ എന്നുള്ളത് അല്ലെ. ഇറ്റ് ഈസ് ദ ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പഠിപ്പിച്ചതാണ് അല്ലെ. എമർജൻസ് ഓഫ് റിസ്ക് ഫാക്ടർ ഇറ്റ് ഈസ് പ്രിവെന്റിംഗ് ബൈ പ്രിമോഡിയൽ പ്രിവെൻഷൻ അല്ല. റിസ്ക് ഫാക്ടേഴ്സിനെ എമർജൻസ് ചെയ്യുന്നത് പ്രിമോഡിയൽ പ്രിവെൻഷൻ. ഓക്കെ, വെരി ഗുഡ്. കാൽസ്യം കണ്ടന്റ് ഹയസ്റ്റ് കേട്ടോ. ഹയസ്റ്റ് കാൽസ്യം കണ്ടന്റ് സോയാബീൻ ആണ്. ആരെങ്കിലും എഴുതിയോ? കാൽസ്യം കണ്ടന്റ് ഹയസ്റ്റ് സോയാബീൻ ആണ് കേട്ടോ. കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? നമ്മുടെ ക്വസ്റ്റ്യൻസിലൊക്കെ ഉണ്ട്. സോയാബീൻ ആണ് ഹയസ്റ്റ് കേട്ടോ. ഓക്കെ. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഫോർ പ്രൊവൈഡിങ് കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് ഇനിഷ്യേറ്റീവ് അണ്ടർ ദ പ്രോഗ്രാം ഓഫ് അല്ല. പുതിയൊരു പ്രോഗ്രാമാണ് ഈ അടുത്തിടയ്ക്ക് ലോഞ്ച് ചെയ്ത് അണ്ടർ ആയുഷ്മാൻ ഭാരത് കേട്ടോ. ആർക്കെങ്കിലും കിട്ടിയോ? ആയുഷ്മാൻ ഭാരത് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ആയുഷ്മാൻ ഭാരതിന്റെ അണ്ടറിലാണ് ഹെൽത്ത് കേട്ടോ. പഠിപ്പിച്ചതല്ല, സ്കിപ്പ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. ആയുഷ്മാൻ ഭാരത്. ഓക്കെ. ടോട്ടൽ അബ്കാർ സ്കോർ 10 പഠിപ്പിച്ചതാണ് കേട്ടോ. നമ്മൾ പഠിപ്പിച്ചതാണ്. ടോട്ടൽ അബ്കാർ സ്കോർ 10 അല്ലെ. ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ് നമ്മുടെ ക്വസ്റ്റ്യൻസിലും മോഡൽ എക്സാംസിലും ഒക്കെ ഇട്ട ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. WHO പ്ലസ് യൂണിസെഫ് അല്ലെ. WHOയും യൂണിസെഫും കൂടെ ചേരുന്നതാണ് എന്തെന്ന് പറയുന്ന ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ്. ഓക്കെ. ഫസ്റ്റ് 1 year ഓഫ് ലൈഫ് അല്ല. ഇൻഫന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് 1 year ഓഫ് ലൈഫിനെ ഇൻഫന്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഒപ്റ്റിമം ഫ്ലൂറൈഡ് ലെവൽ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ കേട്ടോ. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം 0.7 to 1.5 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. 0.7 7ന്റെ അകത്ത് നിൽക്കുന്ന 2 ആൻസർ ഉണ്ട്. സിയും ബിയും 2 ആൻസർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പക്ഷേ ഭാഗ്യം ഉണ്ടെങ്കിൽ 0.5 ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ അടിച്ചു പോകാം. എനിവേ ആൻസർ ഈസ് ഓപ്ഷൻ ബി കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ. എ പേഷ്യന്റ് ഈസ് സ്ട്രോക്ക് വിത്ത് റൈറ്റ് സൈഡ് വീക്ക്നെസ് ആൻഡ് അഫേസിയ ദ ഏരിയ ഓഫ് ബ്രെയിൻ അല്ലെ. റൈറ്റിൽ എപ്പം പ്രശ്നം വന്നാലും ലെഫ്റ്റ് ബ്രെയിനാണ് പ്രോബ്ലം അല്ലെ. റൈറ്റ് സൈഡ് വീക്ക്നെസ്സും അഫേസിയും വരുന്നു അല്ലെ. എന്ന് പറയുമ്പോൾ എവിടെയാണ് പ്രശ്നം? പ്രശ്നം ലെഫ്റ്റ് സൈഡ് അല്ലെ. ലെഫ്റ്റ് മിഡിൽ സെറിബ്രൽ. ഓക്കെ, പഠിപ്പിച്ചതാണ്. നെക്സ്റ്റ്, ബേസിക് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് വിത്ത് ആർട്ടിഫിഷ്യൽ എയർവേ അല്ലെ. ആർട്ടിഫിഷ്യൽ എയർവേ ET ട്യൂബ് ഇടുമ്പോൾ ET ട്യൂബിന്റെ കഫ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. നമ്മളെ പൈലറ്റ് ബലൂണിൽ 3 സെന്റിമീറ്റർ എപ്പോഴും എയർ മെയിൻറ്റെയിൻ ചെയ്ത് വീർപ്പിച്ച് നിർത്തണം. അല്ലെന്നുണ്ടെങ്കിൽ എയർ ലീക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ 3 സെന്റിമീറ്റർ ഈക്വൽ ടു 30 സെന്റിമീറ്റർ പ്രഷർ ഇൻ ദ അല്ലെ അതിന്റെ ഐ അല്ലെ. മർഫീസ് ഐ എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഓൾറെഡി ഡീറ്റെയിൽ ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. റിവിഷനിൽ പറഞ്ഞില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ ET ട്യൂബ് പ്രഷർ കേട്ടോ. സക്ഷനിങ് എവറി 2 hours അല്ല. സക്ഷൻ ആസ് ഡിമാൻഡ് ആണ് കേട്ടോ. പ്രൊവൈഡിങ് ഓറൽ ഹൈജീൻ എവറി 2 hours അല്ല, 4 hours ആണ് ഓറൽ ഹൈജീന്റെ ഡ്യൂറേഷൻസ് കേട്ടോ. ഒബ്സർവിംഗ് ഫോർ കാർഡിയക് ഡിസെറ്റ്മെന്റ് ഡ്യൂറിംഗ് സെക്ഷനിൽ മാത്രമല്ല, ആഫ്റ്റർ സെക്ഷനിലും ബിഫോർ സെക്ഷനിലും എല്ലാം കോൾഡ് അരിത്മിയാസ് മോണിറ്റർ ചെയ്യണം കേട്ടോ. ഓക്കെ. മെക്കാനിസം ആക്ഷൻ ഓഫ് മോർഫിൻ അല്ലെ. മോർഫിൻ ഞാൻ പറഞ്ഞതാണ്. മോർഫിൻ ഡിക്രീസ് ദ മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ്. കുട്ടി സെഡേഷൻ ആയി കിടക്കുന്നതുകൊണ്ട് മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കുന്ന ഡ്രഗ്സ് ആണ്. അതുപോലെ മോർഫിൻ ഇൻക്രീസ്. മോർഫിൻ കാരണം എന്തുണ്ടാവും? ഡയലേഷൻ നടക്കും അല്ലെ. വാസോ ഡയലറ്റേഷൻ നടക്കുന്നതുകൊണ്ട് കാർഡിയക്സിനകത്തോട്ടുള്ള ബ്ലഡ് വോളിയം കൂടും കേട്ടോ. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഇൻക്രീസ് പ്രീലോഡ് ആൻഡ് ആഫ്റ്റർ ലോഡ്. നല്ലതുപോലെ പഠിപ്പിച്ചതാണ്. ഓക്കെ. നെക്സ്റ്റ്, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ചെയ്യുന്ന പേഷ്യന്റ് വിത്ത് ഡയൂറിറ്റിക് ഫേസ് കേട്ടോ. നല്ലതുപോലെ പഠിപ്പിച്ചാണ്. ഡയൂറിറ്റിക് ഫേസ് എന്ന് പറഞ്ഞാൽ ഡാം തുറന്നു വിടുന്ന പോലെ അല്ലെ. എല്ലാം ഒറ്റയടിക്ക് പുറത്തു പോകും. എല്ലാം ഒന്നിച്ച് പുറത്തോട്ട് പോകും അല്ലെ. ദാറ്റ് ഈസ് ഹൈപ്പോകലീമിയ ആൻഡ് ഹൈപ്പോനെട്രീമിയ കേട്ടോ. പഠിപ്പിച്ചതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, ടിപ്പിക്കൽ ഫ്ലൂയിഡ് ക്യാരക്ടർ അഡ്മിനിസ്റ്റർ ഇൻ പേഷ്യന്റ് വിത്ത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയം ഡോസ് അല്ലെ. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയം എന്ന് പറയുമ്പോൾ
ബ്ലഡ് ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പ്ലസ് ഡീഹൈഡ്രേഷൻ ഇതെല്ലാം വരും, ഡയറിയ ഇതൊക്കെ വരും അല്ലെ. അവിടെ നമ്മുടെ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് റിംഗർ ലാക്ടേറ്റ്. ഓക്കെ. ഡ്രഗ് യൂസ് ടു പ്രിവെന്റ് ഫീവർ ആൻഡ് ചിൽസ് അല്ലെ. ഇപ്പൊ ഫീവർ മീൻസ് ചിൽസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇമ്മ്യൂൺ തെറാപ്പി അല്ലെ. അപ്പൊ ഇമ്മ്യൂൺ തെറാപ്പിയിൽ ഫീവർ ചിൽസ് എന്ന് പറയുമ്പോൾ അത് ഇൻഫ്ലമേഷന്റെ സൈൻ ആണ് അല്ലെ. അപ്പൊ സാധാരണ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ എന്ന് പറയുന്ന അസിറ്റമിനോഫിൻ ഫീവറിനും കൊടുക്കാം അല്ലെ. ഫീവറിന് അസിറ്റമിനോഫിൻ കൊടുക്കാം. പക്ഷെ ഇവിടെ പ്രിവെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇമ്മ്യൂണോ തെറാപ്പിയുടെ കൂടെ സ്റ്റീറോയിഡ് ആഡ് ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ സ്റ്റീറോയിഡ് ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ആൻസർ ഈസ് ഡെക്സോൺ അല്ല. അപ്പൊ ഫീവർ ചിൽസ് എന്ന് പറയുന്നത് ബോഡിയുടെ സ്ട്രെസ് ആണ്. ഇസ് എ ബോഡിയുടെ ഒരു സ്ട്രെസ് ആണ്. സ്ട്രെസ് പ്രിവെന്റ് ചെയ്യാൻ സ്റ്റീറോയിഡ്സ് കേട്ടോ. പഠിപ്പിച്ചതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കിടപ്പുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ബൈ സി എൽ ലങ്സ് കേട്ടോ. സി എൽ ലങ്ങിന്റെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് പാരാനിയോപ്ലാസ്റ്റിക് സിൻഡ്രോം. ഓക്കെ, അറിഞ്ഞുകൂടെങ്കിൽ സ്കിപ്പ് ചെയ്തവർക്ക് പ്രശ്നമില്ല. ഓക്കെ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് യൂസിങ് വെഞ്ചറി മാസ്ക് അല്ല. വെഞ്ചറി മാസ്കിൽ ഒരു പ്രീ സെറ്റ് ഓഫ് കോൺസെൻട്രേഷനിലാണ് നമ്മൾ ഓക്സിജൻ ഡെലിവർ ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ഡെലിവർ എ പ്രിസൈസ് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ അല്ലെ. അതാണ് കറക്റ്റ് കേട്ടോ. നെക്സ്റ്റ്, പേഷ്യന്റ് വിത്ത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ഇസ് പ്രസന്റഡ് വിത്ത് സീരിയസ് ഡിഫക്റ്റീവ് കാർഡിയക് കണ്ടക്ഷൻ. ദിസ് സിഗ്നിഫിക്കൻസ് ദ ബ്ലോക്കേജ് ഓഫ് അല്ലെ. അപ്പൊ കാർഡിയക് കൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ സോറി, കണ്ടക്ഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടൻസ് അല്ല. വെൻട്രിക്കിൾസിൽ കൺട്രാക്ഷൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വെൻട്രിക്കിളിന്റെ ആന്റീരിയർ അല്ല, ആന്റീരിയർ വോൾ എം ഐ ആണ് അവിടെ ഇമ്പോർട്ടൻസ് കേട്ടോ. അപ്പൊ ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആർട്ടറി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അതൊന്നും പഠിപ്പിച്ചല്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നും വരാൻ പോകില്ല കേട്ടോ. നെക്സ്റ്റ്, മോസ്റ്റ് കോമൺ എയർലി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് അക്യൂട്ട് അല്ലെ. കോമണും എയർലി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തുടങ്ങും അല്ലെ. തുടക്കത്തിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് ഡിസ്നിയ ആൻഡ് ടക്കീപ്നിയ അല്ലെ, പഠിപ്പിച്ചതാണ്. ഓക്കെ, സ്പെസിഫിക് ആയിട്ടാണ് ഈ സുപ്രാസ്റ്റേണൽ ഇൻട്രാകോസ്റ്റൽ റിട്രാക്ഷൻ ഒക്കെ സ്പെസിഫിക് ആണ്. ലേറ്റ് സൈനിക് സൈനോസിസ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് നല്ലതുപോലെ. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി അടുത്ത പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആൻസർ ഇസ് എ ക്ലൈന്റ് ഡ്യൂറിംഗ് മാനിക് എപ്പിസോഡ് ഹാസ് ഡെലൂഷൻ ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോവർട്ടി അല്ല. ദ നേഴ്സ് ഐഡന്റിഫൈഡ് ആൻഡ് അല്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഡെലൂഷൻ ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോവർട്ടി എന്ന് പറയുമ്പോൾ മാനിയ പേഷ്യന്റ് എന്തിലോട്ട് മാറി, ഡിപ്രഷനിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഡൗൺ ആണ് അല്ലെ. ദാറ്റ് ഈസ് മൂഡ് ഇൻകറന്റ് ഡെലൂഷൻ എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. മൂഡ് ഇൻകറന്റ് ഡെലൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി അങ്ങനെയൊക്കെയുള്ള ഹൈ പവർ അല്ലെ, ഹാലുസിനേഷൻ അങ്ങനെയുള്ള ഡെലൂഷൻ ഒക്കെ മൂഡ് കൺകറന്റിൽ പോകും കേട്ടോ. എനിക്ക് പഠിപ്പിച്ചിട്ടില്ല, ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ക്ലയന്റ് റിസീവിംഗ് ആന്റി psychotic may develop extrapyramidal side effect. Which among the following an anticholinergic drug which is used to reduce the extrapyramidal side effect അല്ല. അപ്പൊ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റിൽ ഇവിടെ ക്വസ്റ്റ്യൻ എടുത്തു പറയുന്നത് ആന്റികോളിനർജിക് ഡ്രഗ്സ് അല്ല എന്ന് പറയുമ്പോൾ അത് ഏതാണ്, ട്രൈഹെക്സൈൽ ഫിനാട്രൽ അല്ല, അല്ലെങ്കിൽ ബെനാട്രൽ എന്ന് പറയുന്ന ഡ്രഗ്സ് അല്ല. അതുപോലെ ബ്രോമോക്രിപ്റ്റിൻ എന്ന് പറയുന്നത് എന്താണ്, ഡോപ്പമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ല. അത് ഞാൻ പഠിപ്പിച്ചതാണ്. ഇപ്പൊ ഡോപ്പമിനർജിക് ഡ്രഗ് അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആന്റികോളിനർജിക് ഡ്രഗ്സ് ആണ് ചോദിക്കുന്നത്. അസറ്റൈൽകൊളിന്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്ന ഡ്രഗ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ട്രൈഹെക്സൈൽ ഫിനൈഡിൽ ഈസ് ദ കറക്റ്റ് കേട്ടോ. നെക്സ്റ്റ്, the nurse educating the family members to involve the early decision making and also in family function the level of decision അല്ല. അപ്പൊ നേഴ്സ് ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ് ഇതെല്ലാം കംസ് അണ്ടർ പ്രൈമറി പ്രിവെൻഷൻ കേട്ടോ. ദിസ് ഈസ് കംസ് അണ്ടർ പ്രൈമറി പ്രിവെൻഷൻ. നെക്സ്റ്റ്, the employer gives a false written statement regarding newly appointed employee that he is unfit for the job. This is an example of defamations. Already നമ്മൾ പഠിപ്പിച്ചതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഠിപ്പിച്ചതല്ല, എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എ നേഴ്സ് ഈസ് ഇൻവോൾവ് ഇൻ ക്രൈസിസ് ഇന്റർവെൻഷൻ അഡോപ്റ്റ് എ ടെക്നിക് വിച്ച് ഫോക്കസ് ഓൺ പെക്യൂലിയർ കോഴ്സ് ഓഫ് ക്രൈസിസ് അഡ്രസ്സിംഗ് എ കോമൺ റെസ്പോൺസ് ഓഫ് ദ ഗ്രൂപ്പ് അല്ല. കോമൺ ആയിട്ട് ഒരു ഗ്രൂപ്പിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള അപ്രോച്ചിനെയാണ് നമ്മൾ ജനറിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യനും പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്. A nurse educate the caregiver of client with schizophrenia that they should avoid a critical comment and hostility towards the client. Here the nurse focus on അല്ല. അപ്പൊ ഇവിടെ നമ്മൾ നേഴ്സ് എന്ത് ചെയ്യാണ്, എഡ്യൂക്കേറ്റ് ദ കെയർ ഗീവർ ഓഫ് ക്ലയന്റ് വിത്ത് സ്കീസോഫീനിയ അല്ലെ. അപ്പൊ സ്കീസോഫീനിയ ഉള്ള പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു, അവരുടെ കെയർ ഗീവറിനെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് അല്ലെ. അപ്പം നമ്മൾ മെയിൻലി എന്ത് തരത്തിലുള്ള കമന്റുകളാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് അല്ലെ. അതായത് എക്സാഗ്രേറ്റഡ് ഇമോഷൻസ് അവോയ്ഡ് ചെയ്യണം കേട്ടോ. അപ്പൊ എക്സാഗ്രേറ്റഡ് കാര്യങ്ങൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കെയർ ഗീവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ
എന്ത് ചെയ്യും? പേഷ്യന്റിന് അത് കൂടുതൽ ഡിസ്ട്രസ് ഉണ്ടാകും കേട്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, mentally ill client exhibit gradual and sudden deviation of the train of thoughts. അല്ലെ, ട്രെയിൻ ഓഫ് തോട്ട് എന്ന് പറയുമ്പോൾ നീണ്ടു പോകുന്ന തോട്ട്സ് അല്ലെ. ട്രെയിൻ ഓഫ് തോട്ട്സ് എന്ന് വിളിക്കുന്ന ഇതിനാണ് ടാൻജൻഷ്യാലിറ്റി അല്ലെ. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കിയ ഒരു കോമൺ സെൻസ് ഒക്കെ വെച്ച് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, a nurse communicating the client that I will stay with you until you finish your breakfast. അല്ല, ഇത് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ. നേഴ്സ് കൂടെ നിൽക്കുന്നു എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഓഫറിംഗ് സെൽഫ് ഈസ് ദ കറക്റ്റ് കേട്ടോ. കാരണം ഫോക്കസ് അല്ല, നമ്മളൊരു മെയിൻ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുകയല്ല, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രോബ്ലം പറ്റി സംസാരിക്കുകയല്ല, അല്ല അവരുടെ ആ ഒരു ഫീലിങ്ങിനെ നമ്മൾ റിഫ്ലക്ട് ചെയ്യുകയല്ല അല്ല. അപ്പം അവിടെ നമ്മളൊരു ഓഫറിംഗ് ഓഫ് സെൽഫ് കേട്ടോ. ഇത് മൂന്നും എലിമിനേറ്റ് ചെയ്താൽ തന്നെ സിമ്പിൾ ആയിട്ട് ആൻസറിലോട്ട് എത്തും കേട്ടോ. നെക്സ്റ്റ്, a mental health nurse while rendering care to a mentally ill client should not argue against his psychotic symptom. അല്ല, ഇപ്പൊ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെന്റൽ ഹെൽത്ത് നേഴ്സ് അല്ല. ഇപ്പൊ നേഴ്സിനോട് ആർഗ്യൂ ചെയ്യാൻ വരുന്നു മെന്റലി ഇൽ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പോകരുത് അല്ലെ. എന്ന് പറയുമ്പോൾ യൂസ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് ആസ് എ തെറാപ്യൂട്ടിക് ടൂൾ കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താന്ന് തോന്നുന്നു അല്ലെ, മോഡലിനോ എവിടെ ചെയ്താണെന്ന് തോന്നി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, a client with a persistent and pervasive feeling of apprehension അല്ലെ എന്ന് പറയുമ്പോൾ ഒരു ആൻസൈറ്റി, ബിലീവ് ദാറ്റ് he is inferior to other and excessive preoccupation with being rejected in a social situation അല്ല. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഹിസ്റ്റീരിയോണിക് പേഴ്സണാലിറ്റി അല്ലെ. ആൻസൈറ്റിയും എപ്പോഴും സാഡും അല്ലെ, ഒരു ഇൻഫീരിയർ കോംപ്ലക്സുമായിട്ട് നടക്കും അല്ല. ഹിസ്റ്റീരിയ എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ കേട്ടോ. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ ഡി. പഠിപ്പിച്ചതാണ്, നല്ലതുപോലെ പറഞ്ഞതാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഫോർ ഇൻഫന്റ് സൈറ്റ് ഓഫ് IM ഇഞ്ചക്ഷൻ. ഞാൻ പറഞ്ഞു എന്തായാലും ഈ ക്വസ്റ്റ്യൻ കാണും അല്ലെ, പരീക്ഷയ്ക്ക് മുന്നേ തന്നെ പറഞ്ഞു, ഇത് ഉറപ്പാണ് ഈ ക്വസ്റ്റ്യൻ കാണും. വാസ്റ്റസ് ലാറ്ററാലിസ് മസിൽസ് കേട്ടോ. ഇൻ വിച്ച് കണ്ടീഷൻ യൂറിൻ എക്സാം ഷോസ് ഗ്രോസ് പ്രോട്ടീനൂറിയ സീൻ ഇൻ നെഫ്രോട്ടിക് സിൻഡ്രോം അല്ലെ, പഠിപ്പിച്ചതാണ്. ചീലിയോപ്ലാസ്റ്റി സർജിക്കൽ റിപ്പയർ അല്ലെ. ലിപ്പ്, ആദ്യം ലിപ്പാണ് കൂട്ടിക്കെട്ടുന്ന, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, പാലറ്റ് ക്ലിയർ അല്ല. ലിപ്പ് ഈസ് sorry chilioplasty is the surgical repair of cleft lip അല്ലെ. ലിപ്പ് അല്ലേ, ലിപ്പാണോ എഴുതിയത്? ക്ലഫ്റ്റ് ലിപ്പ് കേട്ടോ, ക്ലഫ്റ്റ് ലിപ്പ്. ഓക്കെ, ക്ലഫ്റ്റ് ലിപ്പാണ് കറക്റ്റ്. ക്ലഫ്റ്റ് പാലറ്റ് അല്ല, ക്ലഫ്റ്റ് ലിപ്പ് കേട്ടോ. ടൈപ്പ് ഓഫ് പ്ലേ കോമൺലി സീൻ ഇൻ അഡൽട്ട് ആൻഡ് ചിൽഡ്രൻ അല്ല, നമ്മൾ പഠിപ്പിച്ചതാണ്. സോളിറ്ററി പ്ലേ ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. സൺസെറ്റ് സൈൻ നമ്മുടെ മോഡലിലും ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോസെഫാലിസ് കേട്ടോ. ഓക്കെ, ഇത് ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഈ ക്വസ്റ്റ്യൻ. അതായത് 1 വയസ്സ് വരെയുള്ള കൊച്ചിന് 10 കിലോ അല്ലെ, 10 കിലോ ഉള്ള കുട്ടികൾക്ക് എത്രയാണ് 1000 ആയിട്ട് നമ്മൾ കണക്കാക്കണം അല്ലെ. 10 കിലോ എന്ന് പറയുമ്പോൾ 1 കിലോയ്ക്ക് 100 കലോറി എന്നുള്ള രീതി. അപ്പൊ 10 കിലോ ആകുമ്പോൾ 1000 അല്ലെ. പിന്നെ 10ന് 20ന് ഇടയ്ക്ക് 50 വെച്ചാണ് കൂടിപ്പോണ്ട അല്ലെ. അപ്പം 1050 1100 കേട്ടോ. 1100 കേട്ടോ. ഓക്കെ, ഇതാരെങ്കിലും ശരിയാക്കിയായിരുന്നോ? പണ്ട് പഠിപ്പിച്ചതാ, പണ്ടല്ല, ഇടയ്ക്ക് എപ്പോഴോ പീഡിയാട്രിക്സ് എവിടെയോ പഠിച്ചു. സൺസെറ്റ് സൈൻ ഹൈഡ്രോസെഫാലസ് പഠിപ്പിച്ചല്ലേ? സൺസെറ്റ് സൈൻ ഹൈഡ്രോസെഫാലസ് കിട്ടിയില്ലേ? പഠിപ്പിച്ചല്ലേ? പഠിപ്പിച്ചില്ലേ? കിട്ടിയില്ലേ? ഓക്കെ ഓക്കെ, ഇത് ആർക്കെങ്കിലും കിട്ടിയ 1100 കലോറി ആരെങ്കിലും എഴുതിയോ? എഴുതിയില്ലേലും പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, ടിക്സ്, ടെമ്പർ ടാൻട്രം, ബിഹേവിയർ ഡിസോർഡർ അല്ലെ കോമൺലി നമ്മൾ പറയുന്ന. സ്കിപ്പ് ചെയ്ത, നോ പ്രോബ്ലം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ധൈര്യമായിട്ട് സ്കിപ്പ് ചെയ്യാം. പഠിച്ചത് നിങ്ങളെ കയ്യിൽ നിന്ന് പോരാ, എനിക്ക് എത്ര പറയാനുണ്ട്. പഠിച്ചത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, ടിക്സ് ഏതാണ്? സ്കൂൾ ഏജ് അല്ലെ. സ്കൂൾ ഏജിലാണ് ടിക്സ് മാനേഴ്സ് ഒക്കെ സ്കൂൾ ഏജ് കേട്ടോ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അണ്ടർ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് അല്ല. അതിൽ വരുന്നത് ഏതാണ്? ടെട്രോളജി ഓഫ് ഫാറ്റ് പഠിപ്പിച്ചതാണ്. ബർത്ത് ലെങ്ത് ഓഫ് എ ചൈൽഡ് ഡബിൾ അറ്റ് 4 years കിട്ടിയാണോ? അതായത് 45 അല്ലെ 50 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു കുട്ടി 100 സെന്റിമീറ്റർ ആവുന്ന 4 വയസ്സ് അല്ലെ. നല്ലതുപോലെ പഠിപ്പിച്ചു.
പാർക്ക്ലാൻഡ് ഫോർമുല പഠിപ്പിച്ചതാണ്. 4 ml per kilogram of birds. പഠിപ്പിച്ചാണോ? എഴുതിയോ? അടുത്ത ഡേഞ്ചറസ് പ്ലാസന്റ് രണ്ടെണ്ണം കറക്റ്റ് ആൻസർ ഉണ്ട് കേട്ടോ. ടൈപ്പ് 2 പോസ്റ്റീരിയറും ഡേഞ്ചർ ആണ്, ടൈപ്പ് 3 ടൈപ്പ് 4 ഡേഞ്ചർ ആണ്. അപ്പൊ 2 3 കൂടെ എടുക്കുമ്പോൾ സിവിയാരിറ്റി എടുക്കുന്ന ഏതാണ്? ടൈപ്പ് 3 അല്ല, ടൈപ്പ് 3 പ്ലാസന്റ് പ്രീവിയസ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ആന്റി ഫെർട്ടിലിറ്റി എഫക്ട് ഓഫ് ഇൻട്രായൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്? പറഞ്ഞതാണ് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഓഫ് ദ യൂട്രസിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരും, ഡിക്രീസ് ദ ട്യൂബൽ മോട്ടിലിറ്റി വരും കേട്ടോ. എൻസൈമാറ്റിക് ഇന്റർഫറൻസ് എന്നുള്ളത് നമ്മുടെ നോട്ടിൽ ഇല്ല കേട്ടോ. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആവാനാണ് സാധ്യത കൂടുതൽ കേട്ടോ. ഇനി എന്തെങ്കിലും എൻസൈമാറ്റിക് ഇന്റർഫറൻസ് ആക്ഷൻ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എനിവേ ആൻസർ ഈസ് ഓപ്ഷൻ എ വരാനാണ് സാധ്യത കൂടുതൽ കേട്ടോ. നെക്സ്റ്റ്, ക്രാക്ക്ഡ് നിപ്പിൾസിന്റെ മാനേജ്മെന്റ് കേട്ടോ. ലോക്കൽ ക്ലീൻനെസ് വരും, ആപ്ലിക്കേഷൻ ഓഫ് വൈറ്റ് പെട്രോളിയം ജെല്ലി അല്ലെ, അല്ലെങ്കിൽ പ്യൂരിഫൈഡ് ലാനോളിസ് ക്രീം യൂസ് ചെയ്യും, ബെസ്റ്റ് സപ്പോർട്ട്, ഇതെല്ലാം വരും. ആൻസർ ഈസ് ഓൾ ദ എബോവ് ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്ലാസിക് ലീഷൻ ഓഫ് പെൽവിക് എൻഡോമെട്രിയോസിസ് കേട്ടോ. എന്റെ പോസ്റ്റ് ആയിട്ട് വരുന്നത് കോമൺ എന്നുള്ള രീതിയിൽ നോഡ്യൂൾസ് ആണ് ഫോം ചെയ്യുന്നത് കേട്ടോ. നോഡ്യൂൾസ് ഫോം ചെയ്യുന്നതാണ്. പഠിപ്പിച്ചില്ല, സ്കിപ്പ് ചെയ്ത, നോ പ്രോബ്ലം കേട്ടോ. നെക്സ്റ്റ്, നോർമൽ റെസ്പിറേറ്ററി റേറ്റ് ഓഫ് ന്യൂ ബോൺ കിട്ടിയല്ലോ, 30 to 60 ബ്രീത്ത്സ് പെർ മിനിറ്റ് കിട്ടിയല്ലോ, പഠിപ്പിച്ചതാണ്, കിട്ടിയത് അല്ല. മോളാർ പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ്, കോറിയോകാർസിനോമ എഴുതിയായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നു. കുറെ നാൾ കഴിയുമ്പോൾ എന്തായിട്ട് വരും? അവർക്ക് കോറിയോണിക് ട്യൂമർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ല. മോളാർ പ്രഗ്നൻസിയുടെ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ ഇസ് ഡി. ലേറ്റ് കോംപ്ലിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, ലേറ്റ് കേട്ടോ. അതായത് അടുത്ത പ്രഗ്നൻസിയിൽ, ഫ്യൂച്ചർ പ്രഗ്നൻസിയിൽ കോറിനോ കാർസിനോമ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പഠിപ്പിച്ചപ്പോൾ നല്ലതുപോലെ പറഞ്ഞതാണ്, നമ്മുടെ നോട്ടിലും ഉണ്ട് കേട്ടോ. കോറിയോ കാർസിനോമ ഇതാരെങ്കിലും എഴുതിയോ? അപ്കാർ സ്കോർ ഓഫ് ബേബി ഹു അപ്നെറ്റിക് ഡെഫ്സൈറ്റ് ടാക്ടൈൽ സ്റ്റിമുലേഷൻ. കാർഡിയാക് ആണ്, ഞാൻ നോക്കണേന്ന് റിവിഷന്റെ ഇടയ്ക്ക് നോക്കണേന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം 3 to 4 കേട്ടോ. ടാക്ടൈൽ സ്റ്റിമുലേഷൻ ഒക്കെ വരുന്നത് 3 to 4. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് പ്രിവെൻഷൻ ഓഫ് പ്രീടൈം ലേബർ അല്ല. പ്രീടൈം ലേബറിൽ നമ്മൾ ചെയ്യുന്നത് ഇൻഫെക്ഷൻസ് കുറയ്ക്കുക, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കുക, ടോക്കോലൈറ്റിക്സ് കൊടുക്കണം അല്ലെ. അപ്പൊ അവോയ്ഡ് ടോക്കോലൈറ്റിക്സ് എന്ന് പറയുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലെ. അപ്പൊ നമുക്ക് റെഡ്യൂസ് ഇൻഫെക്ഷൻ ആൻഡ് യൂസ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് അല്ലെ. 1 and 2 ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. സ്പേം കൗണ്ട് ലെസ് ദാൻ 20 മില്യൺ നമ്മളെ നോട്ടിലുണ്ട്, ഒളിഗോസ്പേമിയ ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്ലൂഡ് മിസ്മാനേജ്ഡ് തേർഡ് സ്റ്റേജ് അല്ലെ. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ പ്ലാസന്റ് ഡെലിവറി ആണ് അല്ലെ. അപ്പൊ അതിന്റെ കോംപ്ലിക്കേഷൻസിന്റെ കാരണം എന്ന് പറയുന്നത് പുള്ളിങ് ദ കോഡ് അല്ലെ. കോഡ് പുള്ളി ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഡെലിവറി ഓഫ് പ്ലാസന്റ് ആഫ്റ്റർ സെപ്പറേഷൻ അല്ലെ. സെപ്പറേറ്റ് ആവുന്നതിന് മുമ്പ് പ്ലാസന്റ് ഡെലിവറി ആവുന്നത്. നിഡിങ് ആൻഡ് ഫിഡിങ് ഓഫ് യൂട്രസ് അല്ലെ. നിഡിങ്ങും പറയുന്നത് ഈ പറയുന്ന പുള്ളിങ് ഓഫ് പ്ലാസന്റ് പുള്ളി ചെയ്യുന്നതിനാണ് നിഡിങ് ആൻഡ് ഫിഡിങ് ഓഫ് യൂട്രസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഓൾ ദ എബോ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരാൻ സാധ്യത കൂടുതൽ കേട്ടോ. ഇനി പുള്ളിങ് ദ കോഡ് നോർമൽ ഇതിലും പുള്ളിങ് ദ കോഡ് ചെയ്യാറുണ്ട്. ഇനി ഇൻ കേസ് PSCയുടെ ആൻസർ ചിലപ്പോൾ 1 ഉം 2 ആവാനും സാധ്യതയുണ്ട് കേട്ടോ. 1 ഉം 2 ആൻസർ വരാനും സാധ്യതയുണ്ട്. എനിവേ നമ്മളിവിടെ ഓൾ ദ എബോ ആൻസർ കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് പഠിപ്പിച്ചതാണ് ഇന്റൻസീവ് എക്സ്പ്ലോറേഷൻ അല്ല. ഇൻഡെപ്ത് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഏതാണ്? കേസ് സ്റ്റഡി. ആരെങ്കിലും എഴുതിയോ? ഇന്റൻസീവ് എക്സ്പ്ലോറേഷൻ ഓഫ് സിംഗിൾ എൻറ്റിറ്റി സച്ച് ആസ് പേഴ്സൺ, ഫാമിലി, ഗ്രൂപ്പ് ഓർ കമ്മ്യൂണിറ്റി അല്ല. എഴുതിയോ? ഇന്റൻസീവ് എക്സ്പ്ലോറേഷൻ എഴുതിയോ? കേസ് സ്റ്റഡി എഴുതിയല്ലോ. ഇൻഡെപ്ത് സ്റ്റഡീസിനാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാല്യൂസ് ദ റിപ്പീറ്റിംഗ് മാക്സിമം നമ്പർ ഓഫ് ടൈം അല്ല. നമ്മുടെ മോഡൽ എക്സാമിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ ഈസ് മോഡ് അല്ല. മോഡ് ഈസ് ദ മാക്സിമം റെപ്പിറ്റേഷൻ കേട്ടോ. ഇഫ് ദർ ഇസ് നോ സ്പേസ് ഇൻ ബിറ്റ്വീൻ റെക്ടാംഗുലർ ബ്ലോക്ക് അല്ലെ. റെക്ടാംഗുലർ ബ്ലോക്ക് ഓഫ് ഗ്രാഫിൽ കൂടിച്ചേർന്നിരിക്കുന്ന ഏതാണ്? ഹിസ്റ്റോഗ്രാം. എഴുതി ആർക്കെങ്കിലും കിട്ടിയ? ഞാൻ നല്ലോണം പറഞ്ഞതാണ്, പഠിപ്പിച്ചതാണ്. കിട്ടിയാണോ? കിട്ടിയല്ല. കൂടിച്ചേർന്നിരിക്കുന്ന ഹിസ്റ്റോഗ്രാം. വെരി ഗുഡ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് സൈമൾട്ടേനിയസ്ലി കമ്പാരിസൺ ഓഫ് മോർ ദാൻ 1-2 സാമ്പിൾ മീൻസ് അല്ല. ഒന്നിൽ കൂടുതൽ സാമ്പിൾ മീൻസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് ഇസഡ് ടെസ്റ്റ്. എഴുതിയായിരുന്നോ? പാരാമെട്രിക് ടെസ്റ്റിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എഴുതിയോ? ഓക്കെ, ദ വേർഡ് എഡ്യൂക്കേഷൻ ഇസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ദ എഡു മീൻസ് ലീഡ് ഔട്ട് അല്ലേ. ലീഡ് ഔട്ട് ആണോ ലേൺ ഔട്ട് ആണോ? നമ്മുടെ നോട്ടിൽ ഏതാണ്?
നമ്മുടെ നോട്ട്സിലാണ് കിടക്കുന്നത്. ലീഡ് ഔട്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ടു ലീഡ് ഔട്ട്, എഡ്യൂക്കേഷൻ മീൻസ് ടു ലീഡ് ഔട്ട്. ഓക്കെ, പഠിപ്പിച്ചതാണ് നോട്ടിന്റെ ഫസ്റ്റ് കിടക്കുന്ന പോയിന്റ് ആണ് കേട്ടോ. നമ്മുടെ എഡ്യൂക്കേഷൻ നോട്ടിൽ ആദ്യം കിടക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ്? അല്ലെ, ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോട്ടിവേഷൻ ആണ്, ഇറ്റ്സ് ആൻ ആക്ടിവിറ്റി സെന്റേർഡ് ആണ് ടീച്ചിങ്. ടീച്ചിങ് ഷുഡ് ബി ഫ്ലെക്സിബിൾ, നെവർ റിജിഡ്. അല്ല, ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റൻസി. അല്ല, ഒരു കോൺസ്റ്റൻസി ഇല്ല. ഷുഡ് ബി ചേഞ്ച്. അല്ല, ഇറ്റ് ഷുഡ് ബി ചേഞ്ച് ഇൻ ബിറ്റ്വീൻ. അല്ല, അതാണ് അവിടുത്തെ കറക്റ്റ് കേട്ടോ. അപ്പം കോൺസ്റ്റൻസി എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഓക്കെ, എഴുതിയായിരുന്നു? ആരെങ്കിലും എഴുതിയോ? മറ്റേതൊക്കെ നമുക്ക് ഒരു കോമൺ സെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാവുന്നേ ഉള്ളായിരുന്നു. കോൺസ്റ്റൻസി എഴുതിയോ? എഴുതി ശരിയാക്കിയോ? കോൺസ്റ്റൻസി എഴുതില്ല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സർവേ റിസർച്ച് ഡിസൈൻ വിച്ച് എക്സാമ്പിൾ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ? എഴുതിയോ? കിട്ടിയോ? കോറിലേഷൻ സ്റ്റഡി, റിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്, കോറിലേഷൻ കിട്ടിയായിരുന്നോ? റിലേഷൻ നമ്മൾ നോട്ടിലുള്ളതല്ലേ? എഴുതിയല്ലേ? കോറിലേഷൻ സ്റ്റഡി. ആ, ഇൻവെസ്റ്റിഗേഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അമോങ് വേരിയബിൾസ്. ഓ, അത് ഇതുപോലെ ചോദിച്ചല്ലേ? ഓക്കെ, നെക്സ്റ്റ്. എബിലിറ്റി ഓഫ് റിസർച്ച് ഇൻസ്ട്രുമെന്റ് ടു ഒബ്റ്റെയിൻ സെയിം ഡേറ്റ വെൻ അഡ്മിനിസ്റ്റർ റിപ്പീറ്റ്ലി. ആ, ഏതാ എഴുതി? റിപ്പീറ്റ് സെയിം ഇത് വരുന്നത് എന്താണ്? സെയിം റിസൾട്ട് എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റി അല്ലെ? സ്റ്റെബിലിറ്റി വരുന്ന ഏതിന്റെ അണ്ടറല്ല? ഇറ്റ് ഈസ് കംസ് അണ്ടർ റിലയബിലിറ്റി അല്ലെ? റിലയബിലിറ്റിയുടെ മൂന്ന് കാര്യങ്ങളാണ് സ്റ്റെബിലിറ്റി, ഇന്റേണൽ കൺസിസ്റ്റൻസി ആൻഡ് ഈക്വലൻസ് അല്ലെ? അപ്പൊ അത് നമുക്ക് സ്റ്റെബിലിറ്റി എന്നുള്ള ആൻസർ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ മെയിൻ ഹെഡിങ് എടുക്കാം അല്ലെ? റിലയബിലിറ്റി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, റിസർച്ചർ ഒബ്സർവ് ദ ബിഹേവിയർ ദ സബ്ജക്ട് അറ്റ് നാച്ചുറൽ സെറ്റിംഗ്സ് അല്ലെ, ബട്ട് ദ പാർട്ടിസിപ്പന്റ് ആർ നോട്ട് അവെയർ അല്ല. പാർട്ടിസിപ്പന്റ് നോട്ട് അവെയർ ആവാത്ത ഒബ്സർവേഷൻ നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ല. പാർട്ടിസിപ്പൻസ് ആർ നോട്ട് അവെയർ ദ ഒബ്സർവേഷനെ നമ്മൾ നോൺ പാർട്ടിസിപ്പേഷൻ ഒബ്സർവേഷൻ എന്നാണ് അല്ലെ. നോൺ പാർട്ടിസിപ്പേഷൻ വരുന്ന രണ്ട് കാര്യങ്ങൾ. പിന്നെ ഇവിടെ മാനിപ്പുലേഷൻ ഇല്ല അല്ലെ, നാച്ചുറൽ സെറ്റിംഗ്സ് വരുന്നതുകൊണ്ട് നോൺ കൺസീൽമെന്റ് ആൻഡ് നോൺ പാർട്ടിസിപ്പേഷൻ ഒബ്സർവേഷൻ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ്, അടുത്തത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ദ ടേം യൂസ് ടു ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് ആൾ ദ ആർട്ടിക്കിൾസ് ഇൻ ദ വാർഡ് സ്പെസിഫിക്കേഷൻ ആൻഡ് കോഡിംഗ് കേട്ടോ. ഇൻവെന്റ്. 90ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല, കേട്ടോ. ഇവാലുവേഷൻ ഓഫ് നേഴ്സിംഗ്, ഇവാലുവേഷൻ ഓഫ് നേഴ്സിംഗ് കെയർ ടു നോ ദ എഫക്റ്റീവ്നെസ് ആൻഡ് ഏരിയ വിച്ച് നീഡ് ഇംപ്രൂവ്മെന്റ് ബൈ എക്സാമിനിങ് ദ റെക്കോർഡ്സ് അല്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഡിറ്റ് ഓഫ് നേഴ്സിംഗ് അല്ല. നേഴ്സിംഗ് ഓഡിറ്റ് ഈസ് ദ കറക്റ്റ്. നെക്സ്റ്റ്, എഴുതിയല്ലോ? നേഴ്സിംഗ് ഓഡിറ്റ് കിട്ടിയോ? നേഴ്സിംഗ് ഓഡിറ്റ് കിട്ടിയായിരുന്നോ? തെറ്റിച്ചോ? ഇല്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The tool of evaluation, the tool of evaluation which include description of significant event, which portray the personality traits of nurses quality of work produced at the time their occurrence. അത്രയൊന്നും വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. സിഗ്നിഫിക്കന്റ് ഇവന്റ്സ് അല്ല, ഫാക്ച്വൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് അല്ല, ഒരു ഇവന്റ്സ് നമ്മൾ പോർട്രേ ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അനക്കോഡൽ റെക്കോർഡ്സ് കേട്ടോ. അനക്കോഡൽ റെക്കോർഡ്സ് കിട്ടിയായിരുന്നോ? അനക്കോഡൽ റെക്കോർഡ്സ് എഴുതിയോ? എഴുതിയോ? എഴുതിയല്ലോ, വെരി ഗുഡ്, വെരി ഗുഡ്. ഗിവിംഗ് നേഴ്സിംഗ് കെയർ ഇൻ മാനർ ദാറ്റ് റിസൾട്ട് ഇൻ ഇഞ്ചറി ടു ദ പേഷ്യന്റ് അല്ലെ. നേഴ്സിംഗ് കെയർ കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് പേഷ്യന്റിന് ഇഞ്ചറി പറ്റി അല്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മാൽ പ്രാക്ടീസ് അല്ലെ. മാൽ പ്രാക്ടീസ് ഇതിനകത്ത് ഇല്ല. അപ്പൊ നമ്മൾ എന്തെടുക്കണം? നെഗ്ലിജൻസ് സെലക്ട് ചെയ്യണം കേട്ടോ. എഴുതിയല്ലോ? എഴുതിയല്ലോ? നെഗ്ലിജൻസ് കിട്ടിയോ? നെഗ്ലിജൻസ് കിട്ടിയല്ലോ. ഓൾറെഡി പഠിപ്പിച്ചതാണ്, നല്ലതുപോലെ പഠിപ്പിച്ചതാണ് കേട്ടോ. നേഴ്സ് കൺസിഡർ ഓൾ പേഷ്യൻസ് ആർ ഈക്വലി ഔട്ട് ഓഫ് പ്രജഡീസ് അല്ല. എല്ലാ പേഷ്യൻസിനും ഈക്വാലിറ്റി കൊടുക്കുന്നത് എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ് അല്ല, പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസ്. In the ward, a head nurse can given the duty of administering medication to the patient of staff nurse A, checking vitals staff nurse B, attending hygienic care to staff nurse C അല്ല. അപ്പം എന്ത് ചെയ്യുന്നു? ഒരു ടീം വർക്ക് ആയിട്ട് സ്റ്റാഫ് നേഴ്സ് തന്നെ
സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അല്ല, അവരെല്ലാം ഡിഫറെന്റ് ഡ്യൂട്ടിക്ക് ഒരു ടീം ലീഡറായ ഹെഡ് നേഴ്സ് അസൈൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ടീം നേഴ്സിംഗ് അല്ല, ടീം നേഴ്സിംഗ്. കിട്ടിയല്ലോ. ഓക്കെ. വിച്ച് among the following criteria considering equipment contamination? അല്ല, എക്യുപ്മെന്റ് കണ്ടംപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്യുപ്മെന്റ് ഡിസ്പോസ് ചെയ്യുക. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇൻവെന്ററി കണ്ടം അല്ലെ. ഇപ്പൊ ലാസ്റ്റ് എന്താണ്, ആ എക്യുപ്മെന്റ് നോൺ ഫങ്ഷണൽ ആവണം, അല്ലെങ്കിൽ ഇനി റിപ്പയറിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തി അല്ലെ, ബിയോണ്ട് ദ റിപ്പയർ കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, നോൺ ഫങ്ഷണൽ ആൻഡ് ബിയോണ്ട് റിപ്പയർ അല്ലെ. ഇനി നോൺ ഫങ്ഷണൽ ആണ്, റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാമെങ്കിൽ നമ്മളത് കണ്ടം ചെയ്യത്തില്ല. ഫങ്ഷണൽ ആണ് ബട്ട് ഹസാർഡസ് ആണെങ്കിലും ഇറ്റ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് എക്യുപ്മെന്റ്സ് ആണ് അല്ലെ, എന്തായാലും കീപ് ചെയ്യും. ഓക്കെ. അടുത്ത 98ാമത്തെ ക്വസ്റ്റ്യൻ. എ നേഴ്സ് മാനേജർ ഈസ് ഇൻവോൾവിംഗ് ദ നേഴ്സ് യൂണിറ്റ് ഫോർ മേക്കിംഗ് ഡിസിഷൻ കൺസേണിംഗ് പേഷ്യന്റ് കെയർ ആൻഡ് വാർഡ് മാനേജ്മെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീഡർഷിപ്പ് സ്റ്റൈൽ അഡോപ്റ്റഡ് ബൈ ദ നേഴ്സ് അല്ല. നേഴ്സ് മാനേജർ തന്നെ അല്ല, നേഴ്സ് മാനേജർ ഈസ് ഇൻവോൾവിംഗ് ഇൻ ദ നേഴ്സസ് ഇൻ ദ യൂണിറ്റ് ഓഫ് മേക്കിംഗ് ഡിസിഷൻ അല്ല. അപ്പൊ നേഴ്സ് മാനേജർ ഒരു അദ്ദേഹം തന്നെ അവിടെ ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിൽ നേഴ്സസ് ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ആൻസർ കൂടുതലും വരാൻ സാധ്യത ഓതോറിറ്റേറിയൻ വരാനാണ് ചാൻസ് കേട്ടോ. നേഴ്സ് മാനേജർ ഈസ് ഇൻവോൾവിംഗ് ദ നേഴ്സസ് ഇൻ ദ യൂണിറ്റ് ഫോർ മേക്കിംഗ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നേഴ്സ് മാനേജർ ആണ് അവിടെ ഡിസിഷൻ എടുക്കുന്നത് അല്ലെ. കെയറിംഗ് കൺസേണിംഗ് ദ പേഷ്യന്റ് കെയർ ആൻഡ് വാർഡ് മാനേജ്മെന്റ്, പേഷ്യന്റ് കെയറിലും വാർഡ് മാനേജ്മെന്റിലും ഡിസിഷൻ എടുക്കുന്നു അല്ലെ. ഇവിടെ സബോർഡിനേറ്റ് ആയ നേഴ്സസിനോടോ അല്ലെങ്കിൽ നേഴ്സസിനോടോ എംപ്ലോയീസിനോടോ ഡിസിഷൻ എടുക്കുന്നതായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആൻസർ അതോറിറ്റേറിയൻ കേട്ടോ. അല്ലാതെ പിന്നെ നേഴ്സിംഗിൽ മേജർ ഫോളോ ചെയ്യുന്നത് ഏതാണെന്നൊക്കെ പറഞ്ഞു, മേജർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഏത് ഡിസിഷൻ റൂളാന്നുള്ള രീതിയിൽ, സ്റ്റൈലാന്നൊക്കെ ഉള്ള രീതിയിൽ ഡെമോക്രാറ്റിക് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ അത് വരുന്നില്ല, ഇവിടെ നമുക്ക് സിംഗിൾ ആയിട്ട് പറയുന്നതാണ് ഓതോറിറ്റേറിയൻ ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ജനറൽ സ്റ്റേറ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഗൈഡ് ദ മാനേജേഴ്സ് തിങ്കിങ് ദ മേക്കിംഗ് ഡിസിഷൻ ഇസ് നോൺ ആസ് പോളിസീസ് കേട്ടോ. കിട്ടിയായിരുന്നു. പോളിസി ഇസ് ദ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഗെയിം ദാറ്റ് മാനേജർ തിങ്കിങ് മേക്കിംഗ് ഡിസിഷൻ അല്ല. പോളിസി അനുസരിച്ച് ഒരു മാനേജറിന് ഒരിക്കലും ഡിസിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ ആൻസർ ഇസ് പോളിസി. ഓക്കെ. പിന്നെ ICU വാർഡ് പേഷ്യന്റ് റേഷ്യോ അല്ലെ, INC അനുസരിച്ചുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഓൾറെഡി പഠിപ്പിച്ചതാണ്. 1:5 അല്ലെ, 1:5 അല്ലെങ്കിൽ 3:5. 3:5 ആണ് വാർഡ്. ICU എന്ന് പറയുന്നത് 1:1 അല്ലെങ്കിൽ 1:3 അല്ലെ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് കേട്ടോ. കേട്ടോ. ഓക്കെ. അപ്പൊ ഒരു ഏകദേശം എന്താ പറയുന്ന 60 നമുക്ക് ഒപ്പിച്ചെടുക്കാമെങ്കിൽ കേട്ടോ. 60 സിമ്പിൾ ആയിട്ട് ഒപ്പിച്ചെടുക്കാം, പഠിച്ചത് മാത്രം പഠിച്ചുകൊണ്ട് വേണ്ടി 60 മാർക്കൊക്കെ സിമ്പിൾ ആയിട്ട് ഒപ്പിച്ചെടുക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ 50-60 മാർക്ക് വന്നവർക്ക് നല്ല മാർക്കാണ് കേട്ടോ. ഓക്കെ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആൻസർ കീ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? പറഞ്ഞ ആൻസർ കീയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണ്ടമിനേഷന്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഞാൻ ഇപ്പൊ ആൻസർ കീ ഇപ്പൊ അപ്ലോഡ് ചെയ്യും കേട്ടോ. കണ്ടമിനേഷന്റെ ആൻസർ നോൺ ഫങ്ഷണൽ ബിയോണ്ട് റിപ്പയർ. നോൺ ഫങ്ഷണൽ ബിയോണ്ട്. കണ്ടമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഓ സോറി 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 സോറി. നോട്ട്, നോട്ടല്ലേ, നോട്ട്. ഓക്കെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ. കണ്ടമിനേഷൻ ആൻസർ ഇസ് ഡി ആണ് കേട്ടോ. സോറി, ഞാൻ നോട്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഓക്കെ. ആൻസർ ഇസ് ഡി. വിവിഡ് സ്ട്രീം REM സ്ലീപ്പ് അല്ലേ? വിവിഡ് സ്ട്രീം പഠിപ്പിച്ചല്ലേ REM സ്ലീപ്പ്. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ? വിവിഡ് സ്ട്രീം ഓക്കറിങ് REM സ്ലീപ്പ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ? കാൽസ്യം സോയാബീൻ ആണ്. കാൽസ്യത്തിന് ആൻസർ സോയാബീൻ. സോയാബീൻ എന്ന് പറയുമ്പോൾ റിച്ച് ഇൻ കാൽസ്യം, റിച്ച് ഇൻ പൊട്ടാസ്യം. റാഗിയാണോ?
നോക്ക് സിസ്റ്റർ, ഗൂഗിളിൽ നോക്ക്. വേറെ ഏതാണ് ചോദിച്ചത്? 1 തൊട്ട് 9 വരെയുള്ള ക്വസ്റ്റ്യൻസാ. 1 റെറ്റിന, 2 തൈറോയിഡ്, 3 പെരികാർഡിയം, 4 പരോട്ടിഡ് ഗ്ലാൻഡ്, 5 ഇനിലിൻ, 6 LH, 7 എൻഡമിക്, 8 എഡ്വേർഡ് ജിന്നർ, 20 അവേഴ്സ്, എക്സാമ്പിൾ റാബിസ്. ഓക്കെ, വേറെ ഏതെങ്കിലും ഉണ്ടോ? ഐക്യൂന്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഐക്യൂന്റെ ഐക്യൂന്റെ ആൻസർ എത്ര? മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ആ, 100 തന്നെയല്ലേ ആൻസർ? മെന്റൽ ഏജ് 30, ക്രോണോളജിക്കൽ 30/30 ഇൻറ്റു 1, 30/30 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 100. ആൻസർ ഈസ് 100. കേട്ടോ, ആ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യം, ഞാൻ മോഡൽ എക്സാമിൽ കാൽക്കുലേഷൻ ഒന്നും ഇട്ടില്ല അല്ലെ. ഓക്കെ ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ? എക്സാം പഠിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? 14ാമത്തെ ക്വസ്റ്റ്യനോ? ഓക്കെ ഓക്കെ, അറിയാവുന്ന എഴുതി വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞു, പഠിച്ചത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, പഠിച്ചത് നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. കേട്ടോ, എത്ര പഠിപ്പിക്കാത്ത കട്ട ക്വസ്റ്റ്യൻസ് വരും. ഡോണ്ട് വറി. ബ്ലോക്കിംഗ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന റിപ്രഷൻ. കേട്ടോ, നെയിം ദ ഡിഫൻസ് വിച്ച് ഇൻസ്റ്റന്റ് ചാനൽ ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ബ്ലോക്ക്ഡ്. ബ്ലോക്കിംഗ് ഡിഫൻസ് മെക്കാനിസത്തിൽ നമ്മൾ റിപ്രഷൻ എന്നാണ്. കേട്ടോ, 5ന്റെ ക്വസ്റ്റ്യൻ ആണ്. 5ന്റെ ആൻസർ ഇനുലിൻ. അത് പഠിപ്പിച്ചല്ലേ? GFR റേറ്റ് മെഷർ ബൈ ഇനുലിൻ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടോ? ഓക്കെ, കട്ട് ചെയ്യട്ടെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. കട്ട് ഓഫ് ഒന്നും പേടിക്കണ്ട. കട്ട് ഓഫ് ഒക്കെ അതിന്റെ വഴിക്ക് നടക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും. കേട്ടോ, ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു ആൾട്ടോ.